നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഐറിഷ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ആഫ്റ്റർ ഡിന്നർ ട്രീറ്റ് ആയിട്ടൊക്കെ ഡെസേർട്ടിന് പകരമൊക്കെ കഴിക്കാവുന്ന കുറച്ച് നമ്മൾ വിസ്കിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പല റെസിപ്പീസിനും നമുക്ക് ഈ ഐറിഷ് ക്രീം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബെയ്ലീസ് ഐറിഷ് ക്രീമൊക്കെ വലിയ ഫേമസ് ആണ്. നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കണ്ടൻസ് മിൽക്ക് മിക്സിയുടെ ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിസ്കി ചേർക്കണം. നമുക്കിനി ഈ 1/3 കപ്പ് കൂടി ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഹെവി ക്രീം ചേർക്കണം. വിപ്പിംഗ് ക്രീം ചേർത്താലും മതി. ഞാനിപ്പം വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഉരുക്കിയതാണിത്. ഇത് ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് വേണം 1 ടീസ്പൂൺ. ഇനി നമുക്ക് കോഫി പൗഡർ വേണം, അതും 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇത് ഹൈ സ്പീഡിൽ നമ്മൾ ഒരു 20 to 30 സെക്കൻഡ്സ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. മുഴുവനും നമ്മൾ ഇതുപോലെ അടിച്ചു. നമുക്കിനി ഇതൊരു കുപ്പിയിലോട്ട് പകർത്തിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് ഉപയോഗിച്ച് നമുക്ക് പുഡിങ്ങും അതുപോലെ ടിരാമിസും ഒക്കെ ഉണ്ടാക്കാം. ഈ ഐറിഷ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള വേറെ റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഐറിഷ് ക്രീം നമുക്കിങ്ങനെ ഐസ് ക്യൂബ്സിൻ്റെ മുകളിൽ ഒരു ആഫ്റ്റർ ഡിന്നർ ട്രീറ്റ് ആയിട്ടൊക്കെ നമുക്കിങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഐറിഷ് ക്രീം നമ്മൾ പുഡിങ്ങും ചീസ് കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐറിഷ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള വേറെ റെസിപ്പീസൊക്കെ ഉണ്ട്, ഞാനത് കാണിക്കാം.